ന്യൂസ് 16 കേരള. റിയാദിൽ സംഗീതമഴയായി റിംലയുടെ പുതുവെള്ളை മഴ. ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ റിംല 6ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പുതുവെള്ളை മഴ എന്ന സംഗീത പരിപാടി റിയാദിലെ കലാ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. പ്രശസ്ത സിനിമ പിന്നണി ഗായകൻ ഉണ്ണി മേനോൻ നയിച്ച സംഗീത നിശ ജനബാഹുല്യം കൊണ്ടും ലൈവ് ഓർക്കസ്ട്രയുടെ മാസ്മരി സംഗീതം കൊണ്ടും ശ്രദ്ധേയമായി. ഉണ്ണി മേനോൻ ആദ്യം ആലപിച്ച ഓളങ്ങൾ താളം തുള്ളുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനവും ഈ അടുത്ത് ആലപിച്ച രതിപുഷ്പം എന്ന് തുടങ്ങുന്ന ഗാനവും എല്ലാം ജനങ്ങൾ വലിയ ഹർഷാരവത്തോടെയാണ് ഏറ്റെടുത്തത്. 4 മണിക്കൂറിലേറെ നീണ്ടുനിന്ന സംഗീത പരിപാടി അവസാനിക്കുമ്പോഴും പ്രേക്ഷകരെല്ലാം ഹാളിനുള്ളിൽ പുതുവെള്ളை മഴ പെയ്തു തോരാതെ ഇരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു നിൽക്കുകയായിരുന്നു. നാട്ടിൽ നിന്നും വന്ന പ്രശസ്ത മ്യൂസീഷ്യന്മാരായ അഭിജിത്ത്, ബൈജു, വിനീഷ് എന്നിവരോടൊപ്പം റിയാദിലെ മ്യൂസീഷ്യന്മാരും ചേർന്നാണ് ലൈവ് ഓർക്കസ്ട്ര നിയന്ത്രിച്ചത്. ഉണ്ണി മേനോടൊപ്പം റിംലയുടെ ഗായകരായ ശ്യാം സുന്ദർ, അൻസാർ ഷാ, സുരേഷ് കുമാർ, ഗോപു ഗുരുവായൂർ, വിനോദ് വെൺമണി, രാമൻ ബിനു, നിഷ ബിനീഷ്, കീർത്തി രാജൻ, ദേവിക ബാബുരാജ്, അനാമിക സുരേഷ്, ശിവദ രാജൻ, ദേവിക രാമദാസ് എന്നിവരുടെ ഗാനങ്ങളും ശ്രദ്ധേയമായി. റിംലയുടെ 6ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സദസ്സിന് റിംല പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക യോഗം റിയാദിലെ അറിയപ്പെടുന്ന വനിതാ സാമൂഹിക പ്രവർത്തകരായ പത്മിനി ടീച്ചർ, ആശ ജോസ്, സിന്ധു സോമൻ, സംഗീത അനൂപ്, സ്മിത രാമദാസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് ഷിയാബ് കൊട്ടുകാട്, റിംല മുഖ്യരക്ഷാധികാരി വാസുദേവൻ പിള്ള, റിംല നിർവാഹക സമിതി അംഗം ബിനു ശങ്കർ എന്നിവർ യോഗത്തിന് ആശംസകൾ അറിയിച്ചു. പുതുവെള്ളை മഴ പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ സുരേഷ് ശങ്കർ സ്വാഗതവും റിംല ജനറൽ സെക്രട്ടറി അൻസാർ ഷാ നന്ദിയും പറഞ്ഞു. ഹരിത അശ്വിൻ അവതാരികയായിരുന്നു. രാജൻ മാത്തൂർ, മാത്യൂസ്, വിനോദ് വെൺമണി, ജയൻ നായർ, രാമദാസ്, ശരി ശ്രീകൃഷ്ണപുരം, അതുൽ, സ്മിത രാമദാസ്, ഷാലു അൻസാർ, വിധു ഗോപകുമാർ, ബിന്ധ്യ നീരജ്, ലീന ബാബുരാജ്, രാധിക സുരേഷ്, പ്രീതി വാസുദേവൻ, രേണു സുരേഷ്, മഞ്ജു ജയറാം, സന്ധ്യ ജയചന്ദ്രൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ക്യാമറമാൻ മനോജ് പൂക്കോട്ടുംപാടത്തിനോടൊപ്പം റിപ്പോർട്ട് മജീദ് KP, 16 ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.